അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ആ ഒരു വലിയ സ്വപ്നം ഇവിടെ പൂവണിയാൻ പോവുകയാണ്. കുഴിമന്തിയുടെ ക്ഷീണം കഴിഞ്ഞില്ല. ഇനി 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 അവിടെ ഇരുന്നോ. നമ്മള് വീഡിയോ ഇൻട്രോ പറയണ്ടേ? ഹലോ പറ എല്ലാവരോടും. ഹലോ പറ. അവിടെ നീ വീഴത്തില്ല. നീ ഇവിടെ ഇങ്ങനെ കാലിങ്ങനെ പൊക്കി വെച്ചിരുന്നാ മതി. വീഴത്തില്ല. ഇവിടെ ഇങ്ങനെ കാലിന് കാലൊക്കെ വെച്ചിരുന്നു കേട്ടോ. വീഴത്തില്ല കേട്ടോ. നമ്മളിപ്പോ എവിടെ ഉള്ളേ? ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പുതിയ വീട്ടിലാണ്. സോ വെൽക്കം ടു അവർ ന്യൂ ഹോം. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ, എനിക്ക് റിസോർട്ടൊന്നും ചെയ്യാൻ പ്ലാനൊന്നുമില്ല, ഒരു ചെറിയ ഒരു ഹോം സ്റ്റേ പോലെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു ഹോം സ്റ്റേ റെഡിയാക്കാൻ വേണ്ടി, ഹോം സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ ഹോസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിതിനെ ഹോം സ്റ്റേ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഇതിനൊരു സർവീസ് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ ഒരു വീട്, ഇത് അത്യാവശ്യം പഴക്കമുള്ളൊരു വീടാണ്. ഒരു 10-15-20 വർഷം പഴക്കമുള്ളൊരു വീടാണ്. ഇത് കൊച്ചിയിൽ എളമക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ലുലു മാളിൽ നിന്ന് ജസ്റ്റ് ഒരു 2.5 കിലോമീറ്റർ ദൂരം. ഞാൻ താമസിക്കുന്ന പാലാറ്റൂരത്തെ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ ദൂരം. ചങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വളരെ നല്ലൊരു ലൊക്കേഷൻ. സിറ്റിക്കുള്ളിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പൂൾ വില്ല ആണ് ശരിക്കും എൻ്റെ ബാക്കി കാണാൻ പോകുന്ന ഈ വീട്. അപ്പോൾ ഇതൊരു 10 വർഷം പഴക്കമുള്ള വീടാണ്. അപ്പോൾ ഈ ഒരു വീട് നമ്മൾ പർച്ചേസ് ചെയ്തു. എന്നിട്ട് നമ്മളിത് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളൊരു പൂൾ വില്ല ആക്കാൻ പോവാണ്. ഈ പൂൾ വില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ബാലിയിൽ പോകുമ്പോൾ നമുക്ക് ധാരാളം പൂൾ വില്ല കാണത്തില്ലേ. സോ ഒരു ബാലി സ്റ്റൈൽ പൂൾ വില്ല ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വീട് നമുക്ക് ബാലി സ്റ്റൈൽ വീടല്ല. സോ ഇത് നമുക്ക് ബാലി സ്റ്റൈൽ പൂൾ വില്ല ആക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ബാലി സ്റ്റൈൽ മിക്സഡ് വിത്ത് കേരള ട്രഡീഷണൽ സ്റ്റൈൽ. അതാണ് ഒരു ബാലി കേരള മിക്സഡ് ആയിട്ടുള്ള ഒരു പൂൾ വില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ബാലിയിൽ താമസിച്ചതിന്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ കുറച്ച് എലിമെന്റ്സും പിന്നെ നമ്മുടെ തനതായ പാരമ്പര്യ ഹെറിറ്റേജ് കൂടി നമ്മൾ ഇതിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമ്മൾ ആക്ച്വലി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാലിയും കൊച്ചിയൊക്കെ ഏകദേശം വെതറൊക്കെ സെയിം ആണ്. ഓൾമോസ്റ്റ് ഹ്യൂമിഡാണ്. നമ്മൾ അവിടെ നിന്ന് വേർക്കും, ഇവിടെ നമ്മൾ നിന്ന് വേർക്കും. പിന്നെ അവിടെ കടലുണ്ട്, ഇവിടെ അത്ര നല്ല കടലില്ല എന്നുള്ളത് മാത്രമേ വ്യത്യാസം. പിന്നെ കൾച്ചർ വൈസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വീടിന്റെ ഹൗസ് ടൂർ നടത്താൻ മാത്രം ഒരു വലിയ സംഭവമൊന്നുമില്ല. കാരണം ഇവിടെ ഓൾറെഡി പണി തുടങ്ങി, ഇതിന്റെ പണിയും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം റിനോവേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എങ്ങനെയാണ്, എന്താണ് സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞുതരാം. ഇവിടെ മുമ്പിൽ മതിൽ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, ഇതൊരു പഴയ സ്റ്റൈലിലുള്ള കരിങ്കല്ലിൻ്റെ ടൈല് പോലത്തെ സംഭവങ്ങളൊക്കെ ഒട്ടിച്ച ആ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലെ മതിലാണ്. ഈ മതിലിൽ നമ്മൾ ഇങ്ങനെ പ്ലാന്റ്സ് ഇങ്ങനെ മതിലയിലോട്ട് ഇങ്ങനെ പടർത്തി വിടുന്ന പോലത്തെ പ്ലാന്റ്സ് ഒക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഡിസൈനും മറ്റുമൊക്കെ ചെയ്ത് നമ്മുടെ മാറ്റ് കൺസെപ്റ്റ്സിലെ മനാഫ്കയാണ് ഡിസൈനും മറ്റുമൊക്കെ ചെയ്യുന്നത്. അദ്ദേഹമാണ് ഈ ഒരു എൻ്റെ പൂൾ വില്ലയുടെ പ്രൊജക്റ്റിൻ്റെ ഒരു മെയിൻ, എൻ്റെ അത് എന്താ പറയുക, സാക്ഷാത്കരിക്കാൻ വേണ്ടി എന്നെ സഹായിക്കുന്ന ആൾ. നമ്മൾ കുറേ വർക്കുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി കുറച്ച് വർക്കുകളൊക്കെ തുടങ്ങി. അപ്പോൾ ഇനിയും കുറേ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൊളാബറേഷൻസ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വർക്കൗട്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ അങ്ങനെ വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പല ആളുകൾക്ക് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ഗുണം അതിനകത്തുണ്ട്. പിന്നെ ഒരു വലിയൊരു ഇരുമ്പിൻ്റെ ഗേറ്റാണ് ഇവിടെ ഫ്രണ്ടിലുള്ളത്. ഇതെനിക്കൊന്ന് ഓട്ടോമേഷൻ ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ ഇത് മാറ്റി വേറെ ഏതെങ്കിലും വെക്കണമെന്നുണ്ട്. ഞാൻ തീരുമാനിച്ചില്ല. എന്തായാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് നിലവിൽ 3 വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ പൂള് വരാൻ പോകുന്ന ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. പൂളെന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ പൂളായിരിക്കും. നമുക്ക് അത്യാവശ്യം ഒരാൾക്ക് 2-3 പേർക്ക് സ്വിം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൂളാണ് ഇവിടെ പണിയാൻ പോകുന്നത്. നമുക്ക് മതിലിൻ്റെ അവിടെ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഡിസ്റ്റൻസ് എല്ലാം വിട്ടതിന് ശേഷം നമുക്കിവിടെ നോട്ട് ബാഡ് ഒരു നല്ലൊരു വലിപ്പത്തിലുള്ള ഒരു പൂള് തന്നെ, ഇവിടെ ഒരു 4 feet ഡെപ്ത് ഉള്ളൊരു പൂള് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ വർക്ക് ഓൾറെഡി തുടങ്ങാൻ പോവാണ്. സോയിൽ ടെസ്റ്റ് മറ്റുമൊക്കെ നടന്നു. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് വീക്ക് തന്നെ അതിൻ്റെ വർക്ക് ആരംഭിക്കും. അതാണ് നമ്മുടെ പരിപാടി. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗമാണ് നമ്മൾ മൊത്തത്തിൽ വലിയൊരു മേക്ക് ഓവർ വരുത്താൻ പോകുന്നത്. ഈ കാണുന്ന ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇവിടെ നമുക്ക് ജനലൊക്കെ ഇല്ലേ, ഈ ജനലൊക്കെ മാറി നമുക്കൊരു ബാലി സ്റ്റൈലിൽ പൂളിലേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള, ഇവിടെ ഡയറക്റ്റ് നമ്മൾ നേരെ അകത്തേക്ക് കയറാം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ നേരെ പൂളിൻ്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ ഒരു സെറ്റപ്പൊക്കെ റെഡിയാക്കുന്നുണ്ട്. ബേസിക്കലി നമ്മളിത് റെൻ്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമുക്ക് 3 ബെഡ്റൂമുണ്ട്. ഈ ഒരു 3 ബെഡ്റൂമിൽ നിങ്ങൾക്ക് ഒരു 3 ഫാമിലിക്ക് വേണമെങ്കിൽ താമസിക്കാം.
അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 6 to 8 6 മുതൽ 8 പേർക്ക് വരെ താമസിക്കാനുള്ള സൗകര്യമാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു വീട് കംപ്ലീറ്റ് മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും ഞാനിത് റെന്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് യു വിൽ ബി ഗെറ്റിംഗ് എ ഹൗസ് വിത്ത് 100% പ്രൈവസി. there will not be any caretaker, but we will be having a caretaker on call. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഓൺ കോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരാൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്കൊരു ഫുൾ പ്രൈവസിയോട് കൂടി ഷോർട്ട് സ്റ്റേസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. 1 to 2 nights 3 nights, പിന്നെ ഒരു 10 days വരെയൊക്കെ, അല്ലെങ്കിൽ ഒരു 15 days വരെയൊക്കെ മാക്സിമം പോകാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പൂളും കാര്യങ്ങളൊക്കെ പണിത് ആ ഒരു രീതിയിലേക്ക് ഇങ്ങനെ സെറ്റാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഇവിടെ ഇങ്ങനെ വീട് അത്യാവശ്യം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇങ്ങനെ പൊങ്ങിയാണ് ഇരിക്കുന്നത്. സോ നമുക്ക് അകത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പം വർക്ക് തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് കുറച്ച് ഡിമോളിഷൻ പരിപാടികളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ പെൻഡിങ് ഉണ്ടായിരുന്നു, ബാത്റൂമിലെ മറ്റുമൊക്കെ. അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ കുറച്ച് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അകത്തെ പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ പഴയ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന അലമാരയും പിന്നെ ബാത്റൂമിൻ്റെ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ പൊളിച്ചു മാറ്റി അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ്. കാരണം ബാത്റൂം എന്ന് പറയുന്നത് വളരെ മോഡേൺ ആയിരിക്കണമല്ലോ. ആ ഒരു മോഡേൺ ടച്ചിലേക്ക് കൊണ്ടുവരുന്ന ബാത്റൂം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാഗത്തോട്ട് പോവാം. നമ്മുടെ അകത്തേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ വലിയ 2 റൂമുണ്ട്. എന്ന് വെച്ചാൽ വലിയൊരു ലിവിങ് റൂമും പിന്നെ ചെറിയൊരു റൂമും ഉണ്ട്. ഈ റൂമിൽ നിന്നായിരിക്കും നമ്മൾ പൂളിലേക്ക് ഇറങ്ങാനുള്ള ഒരു എൻട്രൻസ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. പിന്നെ നമുക്കിതൊരു ചെറിയൊരു മിനി കാഷ്വൽ ലിവിങ് റൂം പോലെ ആക്കി ഞങ്ങൾ മാറ്റി പൂളിലേക്കുള്ള എൻട്രൻസും മറ്റുമൊക്കെ റെഡിയാക്കി അങ്ങനെ സെറ്റാക്കും. ഇത് പണി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ലുക്കൊക്കെ കംപ്ലീറ്റ്ലി മാറി വേറെ ലെവലിലേക്ക് ആവും. ഇനി ഇവിടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ഈ ഒരു തരത്തിലുള്ള ഒരു പഴയ സ്റ്റൈലിലുള്ള ഒരു റൗണ്ട്, എന്താ പറയുക, വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിപ്പോകുന്ന ഒരു സ്റ്റെയർ കേജ് ഉണ്ട്. നമുക്ക് മുകളിൽ നിന്ന് ഡയറക്റ്റ് സൺലൈറ്റ് താഴേക്ക് വരുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണത്. നമ്മളിവിടെ ഒരു പാഷ്യോ പോലത്തെ ഒരു അറേഞ്ച്മെൻറ്റ് ഇവിടെ വരും. നല്ലൊരു വുഡൻ സ്റ്റൈലിൽ തൂണൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവിടെ വരും. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഭാഗത്തൊരു ഗ്രീൻ സ്പേസ് ഒക്കെ ആയിരിക്കും വരിക. പിന്നെ ഇവിടെ ശരിക്കും ഇതാണ് മെയിൻ ഇവിടുത്തെ ലിവിങ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സോഫയും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ വരും. പിന്നെ ഇവിടെ ഒരു ബാർ കൗണ്ടറാണ് ഞാൻ പണിയുന്നത്. ഇത് ശരിക്കും ഒരു വാഷ് ബേസിൻ ആയിരുന്നു ഇവിടെ. അപ്പോൾ നമ്മളിത് പൊളിച്ചു മാറ്റിയിട്ട് നമ്മളിവിടെ ഒരു ബാർ കൗണ്ടർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് ഒരു ബാർ കൗണ്ടർ ഇവിടെ ഇങ്ങനെ വരും. പിന്നെ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഏരിയ ആക്കി മാറ്റുന്ന സ്ഥലമാണിത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് ഡൈനിങ് റൂമാണ് ബേസിക്കലി. അപ്പോൾ ഈ ഡൈനിങ് റൂമിന് നമുക്ക് ഈ കഥയൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ കീപ്പ് ചെയ്യും. നമ്മൾ ഫ്രഷായിട്ട് അടിപൊളിയായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി റെഡിയാക്കും. ഇതിനകത്ത് നമുക്ക് നല്ല വുഡൻ സ്റ്റൈലിലുള്ള ഒരു ട്രൈങ് ഫോർ എ ബാലി സ്റ്റൈൽ ഡൈനിങ് ടേബിൾ, അങ്ങനെ ഒരു ഡൈനിങ് ടേബിൾ വരും. പിന്നെ ഇതിപ്പോൾ വളരെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഈ സാധനം നമ്മളിത് മോഡിഫൈ ചെയ്ത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ ഉണ്ട്. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇപ്പം ഭക്ഷണം ചൂടാക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടി ഈ കിച്ചൺ നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവിടെയൊക്കെ ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, പഴയ ടൈൽസ്. ആ ടൈൽസൊക്കെ ഞങ്ങൾ പൊളിച്ച് മാറ്റിയതാണ്. അതൊക്കെ പൊളിച്ച് മാറ്റി ഈ പഴയ സിങ്കൊക്കെ മാറ്റി ഈ സ്ലാബൊക്കെ മാറ്റി നിലവിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് വേറൊരു രീതിയിലേക്ക് മാറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ താഴെ ഒരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂം ഇപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റാത്ത അവസ്ഥ, കാരണം അവിടെ മൊത്തം വർക്ക് നടക്കുന്ന ഒരു രീതിയിലിരിക്കുക. അപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ കയറി വരുമ്പം താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ മുകളിൽ നമുക്കിവിടെ വലിയൊരു ഏരിയ ഉണ്ട്. ഇത് ശരിക്കും ഒരു സെക്കൻഡ് ഒരു ലിവിങ് ഏരിയ ആയിട്ട് ചെയ്യാം. പിന്നെ എനിക്ക് ഇടയ്ക്ക് വന്നിരുന്ന് പോഡ്കാസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പൊക്കെ ഞാനിവിടെ റെഡിയാക്കും. പിന്നെ നമുക്ക് കിഡ്സിന് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കിഡ്സ് പ്ലേ ഏരിയ പോലെ എന്തെങ്കിലും ചെറിയ സെറ്റപ്പൊക്കെ നമുക്ക് ഇവിടെ റെഡിയാക്കാൻ പറ്റും. അങ്ങനെ ഇതൊരു അത്യാവശ്യം നല്ല ഒരു വലിയ ഭയങ്കര ഏറിയ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ നമുക്ക് വേറെ ഒരു ബാത്റൂം ഉണ്ട്. ഇവിടെ പക്ഷേ ബാത്റൂം അല്ല, ബെഡ്റൂം, ഒരു ബാത്റൂം കൂടെ ഉണ്ട്. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പുറത്തെ ബെഡ്റൂം, ഏതെങ്കിലും ഒരു ബെഡ്റൂം ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ബെഡ്റൂംസ് എല്ലാം നല്ല വലിയ സ്പേഷ്യസ് ബെഡ്റൂംസ് ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം. ഇതേ വലിപ്പം തന്നെയാണ് താഴത്തെ ബെഡ്റൂമിനും ഉള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെ പഴയ അലമാരകളൊക്കെ ഉണ്ട്. ഈ പഴയ അലമാരകളൊക്കെ നമ്മൾ ഈ പഴമ നിലനിർത്തിക്കൊണ്ട് നമ്മളിതിനെ മോഡിഫൈ ചെയ്ത് പുതിയ രീതിയിലേക്ക് മാറ്റും. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വലിയ ടോയ്ലറ്റാണ്. വലിയ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ടോയ്ലറ്റാണ്. ഇറ്റ്സ് റിയലി ബിഗ്. ആ ഒരു ടോയ്ലറ്റ് ശരിക്കും നമുക്ക് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ആ ടോയ്ലറ്റ് കംപ്ലീറ്റ് നമ്മൾ ഡിമോളിഷ് ചെയ്തത്. ആ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നത് നമ്മൾ ശരിക്കും കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്ത് പുതിയ ടോയ്ലറ്റ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. ഇനി വേറൊരു സംഭവമുണ്ട്.
മുകളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ, അപ്പുറത്തും ഇപ്പുറത്തും കുറേ വീടുകളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ലൊരു ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് ഇവിടെ പെൻഡിങ് ആണ്. ലാൻഡ്സ്കേപ്പിംഗ് ആണ് എൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലുള്ള ഇവിടുത്തെ ഒരു വർക്ക് എന്ന് പറയുന്നത്. കാരണം ഒരു വീടിനെ നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും ലാൻഡ്സ്കേപ്പിംഗ് എന്നാണ് ശരിക്കും നമുക്ക് ആ ഒരു വീടിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് ചെയ്ത് കിട്ടുന്നൊരു സാധനം എന്ന് പറയുന്നത്. സോ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ പരിപാടികൾ നമ്മുടെ പെൻഡിങ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഓവറോൾ ഡിസൈനും പരിപാടികളൊക്കെ എല്ലാം ഫൈനലൈസ് ആയി, വർക്ക് നടക്കുന്നു. എന്തായാലും ഒരു 3-4 മാസം എടുക്കും. നമുക്ക് അടുത്ത സ്കൂൾ അവധി സമയത്തേക്ക് ഇത് ഓപ്പൺ ആക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതൊരു ബാലി അല്ലെങ്കിൽ ഒരു ഇന്തോനേഷ്യൻ കേരള ട്രഡീഷണൽ മിക്സഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അതുപോലത്തെ ഒരു ട്രഡീഷണൽ പേരും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് സജസ്റ്റ് ചെയ്യാം. സംതിങ് ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണം, നല്ലതായിരിക്കും. ഇനി എവിടെ ഋഷിക്ക് പോകണ്ടേ? എവിടെ പോകണം ഇനി? ജ്യൂസ് കുടിക്കാൻ പോകണോ? പോവാമേ. ഋഷിക്ക് ജ്യൂസ് കുടിക്കാൻ പോകണമെന്ന്. ശ്വേത, ഋഷിക്ക് ജ്യൂസ് കുടിക്കാൻ പോകണമെന്ന് കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണാം, നമ്മൾ കരീബിയൻ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഞാനിപ്പോൾ ഒരു മാസത്തോളമായിട്ട് ഞാനിവിടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ മെയിനായിട്ട് ഈ വീടിൻ്റെ കുറച്ച് കാര്യങ്ങളും അങ്ങനെ കുറച്ച് ഇതിൻ്റെ ഡിസൈൻ വർക്ക് പെൻഡിങ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കുകളിലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും യാത്രകളൊക്കെ പോയേ പറ്റുള്ളൂ. അങ്ങനെ യാത്രകൾ പോകാനുള്ള തയ്യാറെടുപ്പ്, അതിനിടയ്ക്ക് വീടിൻ്റെ പണി, അപ്പോൾ ഇതെല്ലാം കൂടെ. പിന്നെ പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങി. പോഡ്കാസ്റ്റ് ചാനൽ വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല 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 അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല കുറേ ഗസ്റ്റുകളെ നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ അത് ഭയങ്കര ഒരു സന്തോഷത്തിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ടൈമില്ല പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. അത് ഇത് പറയുന്നത്. പക്ഷെ നമ്മളിങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പം സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയല്ലേ. ശരിക്കും ഞാൻ കരീബിയൻ ശരിക്കും മടുത്തായിരുന്നു കേട്ടോ. ശരിക്കും മടുത്തായിരുന്നു. അവസാനമായപ്പോഴത്തേക്കും ഞാൻ ശരിക്കും മടുത്തായിരുന്നു കരീബിയൻ. ജമൈക്ക ആണെങ്കിൽ പിന്നെ ചുഴലിക്കാറ്റ് വരികയും പോകാൻ പറ്റാതെ വരികയായി. കരീബിയൻ മൊത്തത്തിൽ മടുത്തെന്ന് പറഞ്ഞാൽ കാഴ്ചകൾ കണ്ട് മടുത്തതല്ല, മനസ്സിലായോ? 2 മാസത്തോളം അടുപ്പിച്ച് ട്രാവൽ ചെയ്തതിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ സത്യം പറഞ്ഞാൽ മടുത്തു പോയതാണ്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ അത്രയും പൈസ മുടക്കി അവിടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാനൊന്നും പറ്റുമൊന്നുമില്ലല്ലോ. അതിൻ്റെ ആയിട്ടുള്ളൊരു പ്രശ്നങ്ങളും ഇല്ലേ, അത്ര ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിനി കുറച്ച് ഫാമിലി ട്രിപ്പുകളും പരിപാടികളൊക്കെ ഉണ്ടാവും. പിന്നെ ആക്ച്വലി ഞങ്ങൾക്ക് 2 പേർക്കും ചൈനയിൽ നിന്നൊരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. അവർ ചൈനീസ് ഗവൺമെൻറ് നമ്മളെ എന്താ പറയുക ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ ചൈനീസ് സർക്കാരിൻ്റെ അതിഥികളായിട്ട് കുറച്ച് സ്ഥലങ്ങൾ ഫാമിലി ആയിട്ട് കൊണ്ട് കാണിക്കാം എന്നൊക്കെ നമ്മളെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചൈനയിലും അതേപോലെ തന്നെ സൗദി അറേബ്യയൊക്കെ ധാരാളം ഇൻഫ്ലുവൻസേഴ്സിനെ ഇവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സൗദിയൊക്കെ ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ. സൗദി എയർലൈൻസിൽ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഒക്കെ കൊടുത്ത് അവർ കുറേ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുപോകുന്നുണ്ട്. സൗദി മാത്രമല്ല പല രാജ്യങ്ങളും പല ഇൻഫ്ലുവൻസേഴ്സിനെയും അങ്ങോട്ടേക്ക് അവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണത നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ശരിക്കും നല്ല പരിപാടിയാണ്. നമ്മൾ കേരള ടൂറിസം പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കിനും നമ്മുടെ നാട്ടിലെ ഇൻഫ്ലുവൻസേഴ്സിനെ കേരള ടൂറിസ്റ്റിന് പുല്ലുവിലയാണ്. അത് വേറെ കാര്യം. നമ്മളൊന്നും ആർക്കും വേണ്ട, ചുമ്മാ ഡയലോഗ് മാത്രമേ ഉള്ളൂ. നമ്മളൊന്നും ഒരു പരിപാടിക്ക് വിളിക്കത്തുമില്ല. ഒരു പരിപാടിക്ക് ഇവിടെ ഉള്ള ഒരു യൂട്യൂബർമാരെയും വിളിക്കത്തുമില്ല. പക്ഷേ നമ്മളെ മറ്റു രാജ്യത്തു നിന്നുള്ള ആൾക്കാർ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് യാത്രകൾ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ടുള്ളത് നമ്മളിങ്ങനെ വരുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഇനി കുറച്ച് ഫാമിലി ആയിട്ട് യാത്ര ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഋഷിയുടെ ക്ലാസ് ആണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഋഷി ഇപ്പം LKG സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൽ പോകണം എല്ലാ ദിവസവും. ശനി ഞായർ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഋഷിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഋഷി ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് ഋഷിയുടെ ഹോളിഡേ സ്കെഡ്യൂൾസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്കിപ്പോൾ ട്രിപ്പൊക്കെ പോകാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്കായി. പഴംപൊരി വേറെ എന്തെങ്കിലും വേണോ? ഉണരൂ രതീഷ്, ഉണരൂ എന്ന് പറ. രതീഷ് ഉണരൂ രതീഷ് ഉണരൂ. കഴി നമ്മളിപ്പോ ഇവിടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഹലോ, ജ്യൂസ്
ജ്യൂസ് കുമ്മട്ടിക്ക ജ്യൂസ്. അവന് കുമ്മട്ടിക്ക ജ്യൂസ് വേണം എന്ന് പറഞ്ഞാൽ കുമ്മട്ടിക്ക ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിപ്പുണ്ട് കുമ്മട്ടിക്ക ജ്യൂസ്. ഋഷിയുടെ കുമ്മട്ടിക്ക ജ്യൂസ്. കുമ്മട്ടിക്ക വാട്ടർമെലൺ. ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഭയങ്കര ചുമയും, പനിയില്ല, ചുമയും പിന്നെ എന്തൊക്കെയോ വൈറൽ സംഭവങ്ങളൊക്കെ ആയിരുന്നു. വൈറൽ ഇൻഫെക്ഷൻ പോലെയൊക്കെ വന്നാൽ തോന്നുന്നു. ചുമയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കുറേ ദിവസമായിട്ട്. ഇപ്പോഴും മാറി വരുന്നേ ഉള്ളൂ. ഏറ്റവും പ്രശ്നം കഫക്കെട്ടാണ്. കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ മാറുന്നില്ല. ഞങ്ങളിപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ കുറഞ്ഞു. ഇപ്പം ആക്ച്വലി അമ്മയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, പക്ഷെ എന്നാലും ഓക്കെയാണ്. ഞങ്ങളിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ 1-2 പ്രോഗ്രാംസും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ കലൂര് ബ്ലോക്കിൽ കിടക്കുക. ഈ ബസ് കണ്ടോ? ആ ബസ് കാണിച്ചു കൊടുത്ത ചേട്ടാ KSRTC ബസ്സാണ്. KSRTC ബസ്. ഋഷി വരാൻ പറഞ്ഞത് തുരുമ്പെടുത്തിരിക്കുന്നു എന്ന്. വീണ്ടില്ലേ ആ ബോഡിയൊക്കെ നോക്കിയാൽ അതിൻ്റെ ആ ബോഡിയൊക്കെ ഇങ്ങനെ കെട്ടി തുരുമ്പെടുത്തിരിക്കുന്നത്. ആ ഭാഗത്തൊക്കെ പോയി കൊണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ കീറി പോകും വേണമെങ്കിൽ, അല്ലെങ്കിൽ സെപ്റ്റിക് ആവുകയൊക്കെ ചെയ്യും. ഒരാളെ ബെൽറ്റ് ഇട്ട് ഇരുത്തി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും, അവിടെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഏറ്റവും ഭയങ്കര പ്രശ്നം എൻ്റെ പാസ്പോർട്ട് തിരിച്ച് കിട്ടി എന്നുള്ളതാണ്. അതായത് ഞാനിവിടെ വന്നിട്ട് ഈ കാനഡ വിസ എടുക്കാൻ വേണ്ടിയുള്ള പാസ്പോർട്ട് കൊടുത്തിട്ട് 1 മാസത്തിന് മേലെ ഇവിടെ ഞാൻ പോസ്റ്റ് ആയി കഴിഞ്ഞു. അറിയോ, 1 മാസത്തിന് മേലെ എവിടെയും പോകാൻ പറ്റാതെ അത് ഈ കാനഡ വിസ എടുക്കുന്നതിന് വേണ്ടി പാസ്പോർട്ട് കൊടുത്താണ്. കാനഡ വിസ എടുക്കാനാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്തത്. അത് ഭയങ്കര ഒരു വലിയ കഥയായിരുന്നു. ഞാനത് പാസ്പോർട്ട് വീട്ടിൽ ചെന്ന് തുറന്ന്, വീട്ടിൽ വന്നിട്ടുണ്ട് പാസ്പോർട്ട്, അതോടെ തുറന്ന് നോക്കി ആ വിസ അതിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാനഡ വിസയുടെ ഒരു കഥ പറയാം. എൻ്റെ പൊന്ന്, ഒരു ഭയങ്കര സംഭവമായിരുന്നല്ലേ ചേട്ടാ. അതായത് എത്ര നാളെന്നറിയോ, ഓൾറെഡി 2 തവണ വിസ റിജക്ഷൻ ആയി. അതിനുശേഷം നമ്മൾ വിസ കൊടുത്തിട്ട് എത്ര മാസം അറിയുമായിട്ട് വലിപ്പിക്കുന്നത്. പറയാം അവിടെ വീട്ടിൽ ചെണ്ട് പറയാം വിസ കിട്ടിയെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഒരു ബസ് യൂട്ടേൺ എടുക്കാൻ വേണ്ടി ഇവിടെ കൊണ്ട് ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ കലൂരിന്ന് പാലാരിവട്ടം ഭാഗത്തേക്ക് മറ്റേ പുതിയ പിങ്ക് ലൈൻ മെട്രോയുടെ വർക്ക് നടക്കുന്ന കാരണം ഇപ്പൊ മൊത്തം ബ്ലോക്കായി ഇവിടെ എല്ലാം. അമ്മ ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കഫക്കെട്ട് ഉണ്ടല്ലോ. അമ്മയ്ക്ക് പനി, കഫക്കെട്ടാണ് മൊത്തത്തിൽ. പനിയില്ലല്ലോ, ആർക്കും പനിയില്ല, എല്ലാവർക്കും കഫക്കെട്ടാണ്. സൗണ്ടൊക്കെ മൊത്തത്തിൽ പോയി കിടക്കുവാണ്. എനിക്കും കുറെ ദിവസമായിട്ട് ഋഷിക്കും ഉണ്ട് കഫക്കെട്ട്. എല്ലാവർക്കും കഫക്കെട്ടാണ്. ആണോ? അപ്പൊ ആദ്യം ചുമ കൂടും, എന്നിട്ടത് ബൈക്ക് പോകുന്നു. ഭയങ്കര സംഭവമാണ്. എന്തൊരു കടലാസൊക്കെ ആണല്ലോ, അപ്രൂവൽ ലെറ്ററോ റിജക്ഷൻ ലെറ്ററോ അങ്ങനെ വല്ല വേണോ ഒന്നും അറിയില്ല. ഇനി ഞാൻ അയച്ച കടലാസാണല്ലോ. ദൈവമേ വന്നിട്ടുണ്ടോ? കിട്ടിയോ? കാനഡ വിസ കേട്ടോ. കാനഡ വിസ ഇതെല്ലാം നമ്പേഴ്സ് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കാനഡ വിസ ഇതില് പാസ്പോർട്ടിന്റെ വാലിഡിറ്റി വെച്ചിട്ടാണ് നമുക്ക് കനേഡിയൻ വിസ കിട്ടുന്നത്. 2022 ഞാൻ ആദ്യമായിട്ട് കാനഡ വിസ അപ്ലൈ ചെയ്തത്. ഓർമ്മയുണ്ടോ? 3 വർഷം മുമ്പ്. അപ്പൊ അന്ന് ഞാൻ ചെന്നൈയിലാണോ ബാംഗ്ലൂരാണോ, ചെന്നൈയിലാന്ന് തോന്നുന്നു, പോയിട്ട് ബയോമെട്രിക്സ് കൊടുത്തത്. ചെന്നൈയിൽ പോയിട്ട് ബയോമെട്രിക്സ് കൊടുത്തു. അപ്പോൾ കാനഡ വിസയുടെ കാര്യത്തിൽ ബയോമെട്രിക്സ് നമ്മൾ വൺസ് കൊടുത്തു കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ബയോമെട്രിക്സ് കൊടുത്തു. 2022 എന്ന് പറയുമ്പോഴത്തേക്കിന് അന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-20 രാജ്യങ്ങളെ പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ 25 രാജ്യങ്ങളൊക്കെ പോയിട്ടുള്ളൂ, അധികം പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഓവർ കോൺഫിഡൻസിൽ വലിയൊരു കവറിംഗ് ലെറ്ററൊക്കെ വെച്ച് തള്ളി മറിച്ച് ഒരു അപേക്ഷ കൊടുത്തു കാനഡ വിസയ്ക്ക്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു റിജക്ഷൻ മെയിൽ അയച്ചു. നിങ്ങൾക്ക് വിസ തരാൻ താല്പര്യമില്ല, ബിക്കോസ് നിങ്ങൾ കാനഡയിൽ വന്നാൽ തിരിച്ചു പോകും എന്നുള്ളതിന് ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് വിസ തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ റിജക്ഷൻ ലെറ്റർ അയച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പം ബയോമെട്രിക്സ് നമ്മൾ കൊടുത്താണ്. അപ്പോൾ അത് പിന്നീട് എപ്പോഴും വിസ അപ്ലൈ ചെയ്യുമ്പോൾ ബയോമെട്രിക്സ് കൊടുക്കണ്ട. അങ്ങനെ 2022 ശേഷം പിന്നെ 1-2 വർഷം, 1 വർഷം എന്തോ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ആപ്ലിക്കേഷൻ കൊടുത്തു. എനിക്ക് കാനഡയിൽ പോകണം, ഞാൻ 50 രാജ്യങ്ങൾ എന്തോ സന്ദർശിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി മറിച്ച് വീണ്ടും ഒരു അപേക്ഷ കൊടുത്തു. അതേപോലെ തന്നെ ചവറ്റുകൊട്ടയിലേക്ക് നമ്മൾ ഈ എന്താ പറയുക, മന്ത്രിമാർക്ക് നിവേദനം കൊടുക്കുന്ന രീതിയിൽ അവരെൻ്റെ അപേക്ഷ അതേപോലെ എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് മാറ്റിക്കളഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞ, എല്ലാ മന്ത്രിമാരും അങ്ങനെയല്ല, എന്നാലും ഉണ്ടാവുമല്ലോ. നമ്മൾ എങ്ങനെയാണല്ലോ ഈ പോലീസുകാരെന്ന് പറയുമ്പോൾ കുട്ടമ്പിള്ള എന്നാണല്ലോ പേര്. അപ്പോൾ 2ാമത്തെ തവണയും എൻ്റെ കാനഡ വിസ റിജക്ട് ചെയ്തു. എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല. 2ാമത്തെ തവണ അവർ പറഞ്ഞ സെയിം റീസണാണ്, നിങ്ങൾ കാനഡയിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഓർത്തു കാനഡ വിസ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, എന്നെ വേണ്ടാത്ത കാനഡക്ക് എനിക്കും വേണ്ട
എന്നെ വേണ്ടാത്ത കാനഡയ്ക്ക് എനിക്കും വേണ്ട, ഞാൻ കാനഡയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ച് കാനഡ വിസ അപ്ലൈ ചെയ്യാണ്ടിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് US വിസ കിട്ടുന്നത്. US വിസ നമുക്ക് കിട്ടിയത് ഏത് വർഷമായിരുന്നു? 2024 ഏപ്രിലിൽ. അപ്പോൾ 2024 ഏപ്രിലിൽ US വിസ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് കാനഡ വിസ CAN+ കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ടൊരു കാറ്റഗറിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കാനഡ വിസയ്ക്ക് വേറെ ഫോർമാലിറ്റി ഒന്നുമില്ല. US വിസ കിട്ടിക്കഴിഞ്ഞ് കാനഡ വിസ അപ്ലൈ ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ഡയറക്റ്റ് കൺഫർമേഷൻ. ഓൾമോസ്റ്റ് 99% കൺഫർമേഷനിൽ കാനഡ വിസ നിങ്ങൾക്ക് കിട്ടും. അതാണ് US വിസയുടെ ഗുണം. അപ്പോൾ US വിസ കിട്ടിക്കഴിഞ്ഞിട്ട് കാനഡ വിസ അപ്ലൈ ചെയ്യുവാണെങ്കിൽ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും, റിജക്ഷൻ റേറ്റ് 0 അല്ലെങ്കിൽ 0.1% ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് യൂഷ്വലി. അങ്ങനെ എനിക്ക് ഓൾറെഡി 2 കാനഡ വിസ റിജക്ഷൻ ഉണ്ടായിട്ടും എൻ്റെ ഇപ്പോൾ അപ്പം US വിസ കിട്ടി നമ്മൾ കാനഡ വിസ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ഓൾമോസ്റ്റ് 85 രാജ്യങ്ങൾ നമ്മൾ സന്ദർശിച്ച് കഴിഞ്ഞു. അപ്പോൾ വിശദമായിട്ട് കവറിംഗ് ലെറ്റർ എഴുതി പറഞ്ഞു ഇന്നതാണ് എൻ്റെ പണി, ഇത്രയും രാജ്യങ്ങൾ ഞാൻ പോയി, ഞാൻ US വന്നു, കാനഡയിലേക്ക് എനിക്ക് നയാഗ്ര ഫോൾസിൽ നിന്നും നടന്നു വരാനാണ് താല്പര്യം, നടന്നു പോകാനാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ പോകുള്ളൂ കേട്ടോ. നടന്നു പോകാനാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കാനഡ വിസ അപ്ലൈ ചെയ്ത് അങ്ങനെ ഫൈനലി ഞാൻ അപ്ലൈ ചെയ്തതെന്താണെന്നറിയോ? ഒരു 5 മാസം മുമ്പ്, 5-5.5 മാസം മുമ്പാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടി, അതായത് അപ്ലൈ ചെയ്തിട്ട് അവർ പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഈ പാസ്പോർട്ട് അയച്ചു കൊടുക്കാൻ പറയും. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പാസ്പോർട്ട് അയച്ചു കൊടുക്കണ്ട, പാസ്പോർട്ട് അയച്ചു കൊടുക്കാൻ പറയാനായിട്ട് 5 മാസം എടുത്തു. അപ്പോൾ പാസ്പോർട്ട് അയച്ചു കൊടുക്കാൻ പറയുന്നത് തന്നെ ബേസിക്കലി നമ്മുടെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ കരീബിയൻ യാത്രക്കിടയിലാണ് പാസ്പോർട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് റിക്വസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ 30 ദിവസത്തിനുള്ളിൽ ആ ലെറ്റർ വന്ന് 30 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് അവർക്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ മെയിൽ അയച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ കറക്റ്റ് എനിക്ക് ലെറ്റർ വന്ന് 30ാമത്തെ ദിവസമാണ് ഞാൻ ഇന്ത്യയിൽ എത്തുന്നത്. അതായത് എന്നാണോ ഇവർ അയച്ചു തരാൻ പറയുന്നത് അയച്ച് ലെറ്റർ വന്നിട്ട് 30ാമത്തെ ദിവസമാണ് ഞാൻ ഇന്ത്യയിൽ എത്തുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എത്തുന്ന ദിവസം മുതൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ കറക്റ്റ് പാസ്പോർട്ട് മറ്റേ കൊറിയർ VFS വഴി പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി വഴി പിക്കപ്പ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുത്തു. ഞാൻ കറക്റ്റ് ഇവിടെ വന്നിറങ്ങി തൊട്ടടുത്ത ദിവസം രാവിലെ പാസ്പോർട്ട് പിക്ക് ചെയ്തു. പിക്ക് ചെയ്തിട്ട് കറക്റ്റ് ഒരു മാസം എടുത്ത് എനിക്കിപ്പോൾ പാസ്പോർട്ട് തിരിച്ചു കിട്ടാൻ. അതായത് ഒന്നുമില്ല, ഈ പാസ്പോർട്ട് ഇവിടെ നിന്ന് ഡൽഹി ചെന്നിട്ട് ഡൽഹിയിൽ കാനഡയിൽ എംബസി പോയിട്ട് ഈ സ്റ്റാമ്പ് ഇതിൽ ഒട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാലതാമസം, ജസ്റ്റ് ഈ സ്റ്റാമ്പ് പാസ്പോർട്ടിൽ ഇങ്ങനെ ഒട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാലതാമസമാണ് ഒരു മാസം എടുത്തത്. കാരണം അത്രയധികം അപേക്ഷകൾ കാനഡ എംബസിയിൽ കുമിഞ്ഞുകൂടി കിടക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അത് ഡിലേ ആകുന്നത്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇന്ത്യൻ കാനഡയുമായിട്ടുള്ള ഒരു റിലേഷനെ കുറേയൊക്കെ ബാധിച്ചല്ലോ, ചിലപ്പോൾ അതൊക്കെ റീസൺസ് ആയിരിക്കാം. എന്തായാലും അങ്ങനെ ഫൈനലി എനിക്ക് എൻ്റെ കാനേഡിയൻ വിസ കിട്ടി. അപ്പോൾ ഈ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ ഇനി അടുത്ത 10 വർഷം ഒരു കുഴപ്പവും ഇല്ലാതെ കൊണ്ടു നടക്കേണ്ട പാസ്പോർട്ടാണ്. ഈ പാസ്പോർട്ട് ഇനി എൻ്റെ നഷ്ടപ്പെട്ടു പോയാലോ ഡാമേജ് ആയാലോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ വിസ എല്ലാം ഞാൻ വീണ്ടും 1-1 വേറെ എടുക്കേണ്ടി വരും. അതാണ് എൻ്റെ ഒരു ഗുണം. കാരണം ഈ പാസ്പോർട്ടിൽ ഞാൻ എൻ്റെ 10 കൊല്ലത്തെ UK വിസ ഉണ്ട്, 2034 വരെ വാലിഡിറ്റി ഉള്ള UK വിസ ഉണ്ട്. പിന്നെ 10 കൊല്ലത്തെ US വിസ ഉണ്ട്, അതും 2034 വരെ വാലിഡിറ്റി ഉള്ള US വിസ ഉണ്ട്. പിന്നെ ഈ പാസ്പോർട്ടിൽ 1 ഇയർ വാലിഡിറ്റി ഉള്ള ഷെങ്കൻ വിസ ഉണ്ട്. പിന്നെ വേറെന്താ കാനഡ വിസ ശരിക്കും 10 വർഷം, അല്ലെങ്കിൽ പാസ്പോർട്ടിന്റെ എക്സ്പയർ ഡേറ്റ് വരെ, അല്ലെങ്കിൽ എൻ്റെ ബയോമെട്രിക്സ് ഡേറ്റ് എന്നാണോ എക്സ്പയർ ആവുന്നത് അതുവരെയാണ് കാനഡ വിസ കിട്ടുക. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് എൻ്റെ ബയോമെട്രിക് എക്സ്പയറി ആയതുകൊണ്ട് 2032 വരെ ആണ് കാനേഡിയൻ വിസ ഈ പാസ്പോർട്ടിലുള്ളത്. അത്രയുണ്ട്. ഈ പാസ്പോർട്ടിൽ ഏകദേശം ഞാൻ യൂറോപ്പ് മൊത്തം ട്രാവൽ ചെയ്തതും കരീബിയൻ മൊത്തം യാത്ര ചെയ്തത് എനിക്കൊന്ന് ഏകദേശം 50ഓളം രാജ്യങ്ങൾ ഞാൻ ഈ ഒരൊറ്റ പാസ്പോർട്ട് ഉപയോഗിച്ച് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അത്രയും രാജ്യങ്ങളുടെ സെയിലും സ്റ്റാമ്പും എല്ലാം ഇതിനകത്തുണ്ട്. അത് ശരിക്കും ഭയങ്കര സംഭവമാണ്. ഈ പല കരീബിയൻ രാജ്യങ്ങളുടെ സീലുകൾ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള സീലുകളാണ്. ഇത് കണ്ടോ, സെയിൻറ്റ് ലൂസിയയുടെ സീലാണ് കണ്ടല്ലേ, സെയിൻറ്റ് ലൂസിയ, സെയിൻറ്റ് കിറ്റ്സ് ആൻഡ് നെവിസ്, പിന്നെ അത് പാരീസിൻ്റെയാണ്. പിന്നെ ഈ കാണുന്നത് സിൻറ്റ് മാർട്ടിൻ, ടർക്സ് ആൻഡ് കൈക്കോസ്, ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു, ഇപ്പോൾ കാണിച്ചു തരാം. ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ്, പിന്നെ ഇത് അമേരിക്കയുടെ സീലാണ് ഈ കാണുന്നത്. ഇത് ബാർബഡോസ് ഇമിഗ്രേഷൻ സുവനീർ എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ സീൽ അടിച്ചു തരുന്നത്. കാരണം അവർക്ക് സീലില്ലാത്തപ്പോൾ നമ്മൾ ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോയി റിക്വസ്റ്റ് ചെയ്യും, സീൽ തരാമോ എന്ന് ചോദിക്കും. അന്നേരം അവർ സീൽ അടിച്ചു തരും. അങ്ങനെ അതാണ് സുവനീർ സീൽ. അതായത് രസമാണ്. പിന്നെ ഇത് കണ്ടോ, ഇതെന്താണ്, സെയിൻറ്റ് വിൻസെന്റ് ആൻഡ് ഗ്രനേഡൻസ്. പിന്നെ അതിന്റെ എൻട്രി ഗ്രനേഡ ഉണ്ടോ, ഗ്രനേഡ ഇമിഗ്രേഷൻ. പിന്നെ ഇത് ഏത് രാജ്യത്തെ, പോർട്ടോറിക്കോ അല്ലേ, ആണോ, അല്ല, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോടെയാണ്. ഇത് നമ്മുടെ കാനഡിയൻ വിസ. അങ്ങനെ
ഇതിനകത്ത് കുറേ വെറൈറ്റി വിസകളുണ്ട് ഞാൻ കാണിച്ചത്. വിസയും സ്റ്റിക്കറൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉസ്ബെക്കിസ്ഥാന്, ഇത് റഷ്യൻ വിസ, പിന്നെ ഇത് സെയിൻറ്റ് മാർട്ടിൻ കണ്ടില്ലേ, സെയിൻറ്റ് മാർട്ടിൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതൊക്കെ നമ്മുടെ കരീബിയൻ രാജ്യങ്ങളാണ്. നിങ്ങൾ ആൾക്കാരെ വെറുപ്പിച്ച സ്ഥലമാണ്, അതുകൊണ്ട് ആൾക്കാർ. ആന്റിഗ ആൻഡ് ബർബുഡയുടെ സ്റ്റാമ്പാണ്. പിന്നെ ഇതൊക്കെ ഷെങ്കൻ സ്റ്റാമ്പുകളാണ്. ഇനിയിപ്പോൾ ഷെങ്കനിലൊന്നും സ്റ്റാമ്പ് കിട്ടില്ല, സ്റ്റാമ്പൊക്കെ അവർ നിർത്തലാക്കി. അവർ ഇനി സ്റ്റാമ്പ് ഇല്ലാത്ത പരിപാടികളാണ്. ഇതെല്ലാം ഷെങ്കൻ സ്റ്റാമ്പാണ്, ഷെങ്കൻ എൻട്രി എക്സിറ്റ് സ്റ്റാമ്പുകൾ. പിന്നെ ഇതിനകത്ത് യുണീക്കായിട്ടുള്ള ഏത് സ്റ്റാമ്പ് ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. പിന്നെ ഇത് ബർമ്യൂഡ, ഇത് കണ്ടില്ലേ, ബർമ്യൂഡ ഇമിഗ്രേഷൻ ആണ്. പിന്നെ അതിന് താഴെയുള്ളത് ബഹാമസ് ഇമിഗ്രേഷൻ. ഏതാ? മലേഷ്യ ഒക്കെ വളരെ കോമൺ ആണ്. നമുക്ക് മറ്റേത് അവിടുത്തെ സംഭവങ്ങളൊക്കെ ആണല്ലോ നമ്മുടെ ഭയങ്കര യുണീക്കായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. കാരണം കരീബിയനിലെ പല ദ്വീപുകൾ, രാജ്യങ്ങളല്ലെങ്കിൽ പോലും അവിടെ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് നിങ്ങൾ അവരെ വെറുപ്പിച്ചത്. ഇത് ഡൊമിനിക്കാണ്, ഡൊമിനിക്ക, റിപ്പബ്ലിക് ഓഫ് ഡൊമിനിക്ക. ആ രസമാണ്. നിങ്ങൾ ഓൾറെഡി ആ പേരുകളെല്ലാം പറഞ്ഞ ആൾക്കാരെ വെറുപ്പിച്ചു, വീണ്ടും വെറുപ്പിക്കണ്ട. ഇത് വേറെ സാധനം കാണിച്ചാ. ഇത് ഇമിഗ്രേഷൻ ആൻഡ് പാസ്പോർട്ട് ഓഫീസ് സെയിന്റ് ലൂസിയ. നമ്മൾ ആ ബീച്ചിന്റെ സൈഡിലുള്ള ഒരു കുഞ്ഞ് ബസ് സ്റ്റാൻഡ് പോലത്തെ എയർപോർട്ടിൽ പോയി ഇറങ്ങിയില്ലേ, അവിടെ നിന്ന് എനിക്ക് വിസ ഓൺ അറൈവൽ ആയിട്ട് $50 വാങ്ങിച്ചിട്ട് തന്ന വിസയാണ് ബേസിക്കലി കാണുന്നത്. വിസ ഓൺ അറൈവൽ പോലെ അവർ തരുന്ന സാധനമാണിത്, സെയിന്റ് ലൂഷ്യയിൽ തന്ന സാധനം. പിന്നെന്താ മതിയൊന്നു അത്രയൊക്കെ തന്നെയുള്ളു. സാൻ മറീനോ, ഉസ്ബെക്കിസ്ഥാൻ, അങ്ങനെ. അപ്പോൾ അടുത്ത 10 വർഷം ഞാൻ കൊണ്ട് നടക്കേണ്ട എൻ്റെ പാസ്പോർട്ടാണ് ഈ കാണുന്നത്. നല്ല വിലവെളുപ്പുള്ള സാധനമാണ്, സൂക്ഷിച്ചു വെച്ചോ. യെസ്. അപ്പോൾ ഇത് തീരാറായി ഓൾമോസ്റ്റ്. ഇനി ഇതിനകത്തൊരു 10 വഴിയോടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ എന്താ അമ്മ അങ്ങനെ ഇരിക്കുന്നു, ചിരിക്കും അമ്മ വയ്യാണ്ടിരിക്കും. അപ്പൊ അതാണ് പരിപാടി. ഋഷി എന്നാ അവിടെ പരിപാടി? എന്ത് ചെയ്യുവാ? പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കുമോ ഋഷി? ഒഴിച്ചു തരുമോ എന്റെ പ്ലാന്റ്സിന്? വെള്ളം ഒഴിച്ചു തരാമോ? ബാ, ഞാനിവിടെ കുറെ പുതിയ പ്ലാന്റ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തായിരുന്നു. അപ്പൊ അവിടെ പ്ലാന്റ്സിന്റെ ഋഷി വെള്ളം ഒഴിച്ചു തരുമോ? ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ ഈ കാണുന്ന കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഞാൻ കുറച്ച് പ്ലാന്റ്സും അതേപോലെ തന്നെ പോട്ട്സ് ഒക്കെ ഞാൻ ഇവിടെ കുറെ ആഡ് ഓൺ ചെയ്തായിരുന്നു. അതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. പിന്നെ എൻ്റെ ഈ ചെടിയൊക്കെ ഇപ്പൊ 2 വർഷമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇത് വലുതായി. ഇതിന് നമ്മുടെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കണം ഈ ചെടികളൊക്കെ, കാരണം അത്രയും എനിക്ക് ഇവിടെ സ്പേസ് ഇല്ലാണ്ടായത്. ഇതൊക്കെ ശരിക്കും 6 അടി വലിപ്പത്തോളം ഹൈറ്റ് ഉണ്ട്. ഭയങ്കര വലുതായി അല്ലേ? അതും ഋഷിനെ കാട്ടി വലുതായി. ഇത് അത്രയും വലുതായി, എന്നെ കാട്ടി വലിപ്പമുണ്ട് ഇത്. പിന്നെ ആണോ? ഇതേ മെട്രോ ട്രെയിൻ പോകുന്നു. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മെട്രോയും KSRTCയും എല്ലാ സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ആനവണ്ടി. ഈ ചെടികളൊക്കെ നമ്മൾ മറ്റേ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇത് ശരിക്കും ഇവിടെ ഇത് ഭയങ്കര വലുതായി. കാരണം ഇത് കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ, അത്രയും വലുതായി. ഇത് വലുതായി. ഇതൊക്കെ നമ്മൾ ഈ പ്രോപ്പറായിട്ട് മരുന്നടിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോഴും ഫ്ലവർ ചെയ്ത് ഇത്തരത്തിൽ നിൽക്കുന്നത്. മണമുണ്ട് കേട്ടോ, നല്ല മണം. അടിപൊളി, നൈസ്. പിന്നെ ഇവിടെ നമുക്ക് കുറെ ബൊഗൻവില്ലൊക്കെ നമ്മൾ നട്ടായിരുന്നു. പിന്നെ ഇത് മറ്റേ കാറ്റ്ക്ലോസ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട്. ഇത് ഗാർഡൻ ചെയ്ത ആൾക്കാര് ഇവരിത് പൂവൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പടർത്തി വിട്ടാണ്. പക്ഷെ ഞാനിതുവരെ ഇത് പൂട്ടായി കണ്ടിട്ടില്ല. ഇത് ഒരു തവണ എന്തോ പൂത്തു എന്നാണ് പറഞ്ഞത്. എന്താണിത് പിന്നെ പൂക്കാത്തെന്ന് എനിക്കറിയത്തില്ല. ബൊഗൻവില്ലയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂക്കുന്നുണ്ട്. ഇതിങ്ങനെ അത്യാവശ്യം വെയിൽ വേണം ബൊഗൻവില്ല ഉണ്ടാവാൻ. പിന്നെ ബൊഗൻവില്ലയിൽ പൂ കുറഞ്ഞപ്പോഴത്തേക്കും അവർ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടീം രാത്രി കാലത്ത് ചൂട് കിട്ടുന്നതിന് വേണ്ടി കൊണ്ടുവച്ചൊരു ലൈറ്റാണ് ഈ കാണുന്നത്, കണ്ടോ? അപ്പൊ ആ ലൈറ്റൊക്കെ രാത്രി ഓണായി വരും. എന്താ ഋഷി പറഞ്ഞേ? ഒഴിച്ചു തരുമോ? ഗുഡ് ബോയ് ആണേ. പിന്നെ ഇത് നമ്മുടെ ബോൺസായി ചെടികൾ ഒരെണ്ണം ഇവിടെ ഉണ്ട്. 2-3 ഉണ്ട് ബോൺസായി. ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ എനിക്ക് കുറെ ചെടികളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഇതുപോലത്തെ ഉണ്ടായിരുന്നത് അഴുക്കായിപ്പോയി. അതിന് മറ്റേ അസുഖം ഫംഗസ് വരുന്നു. പിന്നെയും അസുഖം, അതിന് മറ്റേ മരുന്നടിക്കണം. ഇതെല്ലാം ഉണങ്ങി. അവർ കഴിഞ്ഞ ദിവസം വന്ന് നോക്കിയിട്ട് മരുന്നടിക്കാമെന്ന് പറഞ്ഞിട്ട് 4 ദിവസം ഇതുവരെ വന്നിട്ടില്ല. വെള്ളം എടുത്തു കൊടുത്തേ, ഞങ്ങൾ പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കട്ടെ. അതായത് നമ്മൾ ഈ പ്ലാന്റ്സ് എനിക്കിത് മരുന്നടിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് ആരെങ്കിലും ഒരു കോൺട്രാക്ട് കൊടുത്ത് ഏൽപ്പിക്കാന്ന് വെച്ച് 2-3 ടീമുകളെ ഞാൻ ഏൽപ്പിച്ചു നോക്കി. എനിക്കിതുവരെ പ്രോപ്പറായിട്ട് ഒരാളെ കിട്ടിയിട്ടില്ല. അതായത് എല്ലാ മാസവും കൃത്യമായിട്ടൊരു ദിവസം വന്ന് അതിന് മരുന്നടിച്ച് അത് പ്രോപ്പറായിട്ട് അത് നോക്കിയില്ലെങ്കിൽ ഇതൊക്കെ ചീത്തയാവും. ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനെയാണ്. വെറുതെ നമ്മൾ ഫ്ലാറ്റിന് മേളിലാണെങ്കിലും ഇത്രയും പൊക്കത്താണ് വെച്ചതെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരിക്കും പ്രോപ്പറായിട്ട് കെയർ കൊടുത്തില്ലെങ്കിൽ ഇതൊക്കെ എടുത്തോണ്ട് വാ വെള്ളം.
ഋഷിയുടെ വീഡിയോ എടുക്ക്. അയ്യോ എന്നെ ഒന്നും സംസാരിക്കാൻ സമ്മതിക്കുകയല്ല. ഞങ്ങൾ വന്ന് ഇന്ററപ്റ്റ് ചെയ്ത് ഞങ്ങളെ വീഡിയോ എടുക്കുന്ന പറയും. അതാണ് സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് നസീം, എല്ലാവരും പ്ലാന്റ്സ് നടാനും മറ്റുമൊക്കെയാണോ, നമ്മളിത് ചീത്തയാവാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. ഞാൻ പക്ഷെ കുറേയൊക്കെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും നമുക്ക് ഇതിനൊരു പരിമിതിയുണ്ട്. ഇതിന് പ്രോപ്പറായിട്ട് ഇതിൻ്റെ കെയർ കൊടുക്കണം, എന്നാലും ഇതൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഒരു എല്ലാ മാസവും പേയ്മെൻ്റ് ഒക്കെ കൊടുക്കാൻ റെഡിയാണ്, വില്ലിങ്ങാണ്. പക്ഷെ എന്നാലും കൃത്യമായിട്ട് എല്ലാ ഡേറ്റിൽ കൃത്യമായിട്ട് കറക്റ്റായിട്ട് വന്ന് വിളിക്കുമ്പോൾ വന്ന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാലും വിളിക്കുമ്പോൾ വരുന്ന ഒരു ടീമിന് എനിക്ക് ഇതുവരെ സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. അത് ഭയങ്കര വിഷമമുണ്ട്. ആ കാറ്റ് ക്ലോസിന് ഒഴിച്ചാൽ മതിയേ കേട്ടോ. ആ കുറച്ച് ഒഴിക്കാവോ കേട്ടോ. ബൊഗൻവില്ലയ്ക്ക് അധികം വെള്ളം ഒഴിക്കാൻ പാടില്ലേ. അതിലൊഴിച്ചോ, കുറച്ച് മതി. മൈസൂർ ചമ്മന്തി അത് ഞാൻ ഐക്യെന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നാ, ബാംഗ്ലൂരിൽ നിന്ന്. മതി കുറച്ച് മതി. ഞാനിവിടെ ചെയ്താൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഈ വുഡൻ ഡെക്കാണ്. ഈ വുഡൻ ഡെക്ക് ഭയങ്കര നല്ലൊരു പരിപാടിയായിരുന്നു. നല്ലൊരു ഫീല് തരുന്ന ഒരു സംഭവമാണ് ഈ വുഡൻ ഡെക്ക് എന്ന് പറയുന്നത്. ഇത് 2 വർഷമായി, ഇതിപ്പോൾ പോളിഷ് ചെയ്യാറായി. നല്ല സംഭവമല്ലേ. ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് അറിയില്ല. ഇതൊക്കെ ഭയങ്കര രസമാണ് ഇതൊക്കെ. ഇത് നമ്മുടെ സെക്കൻഡ് ഗാർഡൻ, മെയിൻ ഗാർഡൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മുടെ വാട്ടർഫോൾ ഉണ്ട്, വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് റെഡിയാക്കും. ഇവിടെ ഇത്തരത്തിലുള്ള കുറച്ച് മണി പ്ലാന്റ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞങ്ങളിവിടെ വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ പ്ലാന്റ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലത്തേക്ക് ഇങ്ങനെ ഇവരെ മാറ്റി ഞാൻ പ്ലേസ് ചെയ്യാറുണ്ട്. ഇവിടെയും പിന്നെ ഈ പറഞ്ഞ പോലെ ഇതാണെങ്കിലും ഈ 3 ചെടിയാണെങ്കിലും ഇതൊക്കെ ശരിക്കും ഇവിടെ വലുതായിട്ട് ഓവർ സൈസ് ആയിട്ട് ഇരിക്കുകയാണ്. കാരണം ഇതിനൊന്നും ഇവിടെ വെക്കാൻ സ്ഥലമില്ല. ഇപ്പം അത്രയധികം വളർന്നു ഇത് പലതും. അപ്പോൾ ഇതൊക്കെ എനിക്ക് പുതിയ വീട്ടിലേക്ക് മാറ്റണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. കാരണം എനിക്കിവിടെ ഇപ്പോൾ ഇത് സ്പേസ്, ഞാനിത് വെക്കുന്ന സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് സ്പേസ് ഇല്ലാത്ത രീതിയിലേക്ക് മാറി. ഇത് കേട്ടോ, ഇതിനിങ്ങനെ വേര് പോലെയൊക്കെ വന്ന് കണ്ടില്ലേ, അത്രയ്ക്ക് അടിപൊളിയായിട്ട് മാറിയത്. ഇത് കണ്ടോ, ഇവിടെ അമ്മയുടെയാണ് ഈ മുളകും സംഭവങ്ങളൊക്കെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ അമ്മയുടെ പരിപാടികളാണ്. ഈ ചട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അമ്മ ഇടയ്ക്ക് ഓരോ സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ എടുത്തുകൊണ്ട് വരുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ എല്ലാ ഫ്ലാറ്റിലും കോമൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്ന സ്ഥലത്ത് അവരിത് പ്രോപ്പറായിട്ട് ചെടികളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ്റനൻസ് ശരിക്കും ബിൽഡിങ്ങിൻ്റെ, അതായത് ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻ്റെ ആൾക്കാരാണ് നോക്കേണ്ടത്. അതും പ്രോപ്പറായിട്ട് ഇവിടെ നടക്കുന്നില്ല. ശ്വേതയാണ് സെക്രട്ടറി, പക്ഷെ അതും പ്രോപ്പറായിട്ട് ഇവിടെ നടക്കുന്നില്ല. ഇതിലും ഈ പറഞ്ഞ പോലെ ഫംഗസും ബാക്കിയുള്ള പല പരിപാടികളും വരുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വീട്ടിലേക്ക് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് കറിവേപ്പില ഒന്നും വാങ്ങാറില്ല. എല്ലാ ദിവസവും കറി വയ്ക്കുന്ന സമയത്ത് കറിവേപ്പില ആവശ്യമുള്ളപ്പോൾ ഇവിടെ വന്ന് ഓരോ തണ്ട് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമുക്കിവിടെ കറിവേപ്പിലയായി. ഇത് 2-3 നിപ്പുണ്ട്. ഒന്നിവിടെ താഴെ, ഒന്ന് ചട്ടിക്കകത്ത് വരയ്ക്കുന്നത്. എന്താ പരിപാടി? ഏതല്ല ഋഷി ലണ്ടൻ ബസ് ഓടിക്കുന്നത്.